ചക്കിട്ടപ്പാറ സെന്റ് ആന്റണീസ് ഇടവക. ഒരു പറ്റം കുടിയേറ്റ ജനതയുടെ സാക്ഷാത്കാരം. ദൈവം കരുതിക്കാത്തു പരിപാലിച്ച കാനന കാഠിന്യത്തിലേക്ക്, വനഗാംഭീര്യതയിലേക്ക് കുടിയേറ്റത്തിന്റെ കാടുകയറ്റം തുടങ്ങിയ നാളുകൾ. മലബാറിന്റെ കുന്നുകൾക്കും കാടുകൾക്കും ജീവൻ പകുത്തു നൽകി ഈ ജനത ജീവിതം മുളപ്പിച്ചു. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് സ്വപ്നവല്ലരിയിൽ പൂത്ത മോഹപുഷ്പങ്ങൾക്ക് രമ്യമായ പുതുദർശനം കണ്ട് ഇറങ്ങിപ്പുറപ്പെട്ട ചെറുതും വലുതുമായ കൂട്ടങ്ങളെ ഈ മണ്ണ് നെഞ്ചിലേറ്റുവാങ്ങുമ്പോൾ കരുത്തായി കൂട്ടുണ്ടായിരുന്നത് കർത്താവിൻ്റെ കാരുണ്യം മാത്രമായിരുന്നു. ഈ കാട് നാടായി. ഇവർ ഇവിടെ സ്വപ്നങ്ങൾ വിതച്ച് സ്വർഗം കൊയ്തു. സ്വർഗീയ അനുഭൂതിയുടെ ആത്മീയത അന്തരീക്ഷത്തിൽ നിറയ്ക്കുവാൻ ഇവർ കൂടാരമൊരുക്കി. ആത്മീയതയുടെ ഈ കൂടാരത്തിൽ നിന്നും ഇന്ന് ശാന്തിയുടെ, സമാധാനത്തിൻ്റെ ദൂതുമായി ഈ ഇടയൻ കർമ്മനിരതനാകുന്നു. എൻ്റെ അടുത്തിരിക്കുന്നത് ഫാദർ കുരുവിള അരിപ്പറമ്പിൽ. അച്ഛൻ CST സഭാംഗമാണ്. CST ആലുവ പ്രോവിൻസിലെ അംഗമാണ് അച്ഛൻ. ഒരു വർഷക്കാലം ഈ ഇടവകയിൽ സേവനം ചെയ്യുവാനായിട്ട് അച്ഛൻ കടന്നു വന്നിരിക്കുകയാണ്. അച്ഛൻ്റെ വീട് തൊട്ടടുത്ത ഇടവകയായി കൂരാച്ചുണ്ടിലാണ്. കൂരാച്ചുണ്ട് ഇടവകയിൽ അച്ഛൻ്റെ മാതാപിതാക്കൾ താമസിക്കുന്നുണ്ട്. അപ്പോൾ ഈ അടുത്ത ഒരു വർഷം അച്ഛന് കാരണവന്മാരെ സന്ദർശിക്കാനും ഒക്കെ ഒരു സൗകര്യത്തിനനുസരിച്ച് ഒരു ഇടവക അന്വേഷിച്ച് അങ്ങനെ ഇവിടെ 510ഓളം വീട്ടുകാരുണ്ട് ഈ ഇടവകയിൽ, ചക്കിട്ടപ്പാറ സെൻറ്റ് ആൻ്റണീസ് ചർച്ചിൽ. അപ്പോൾ ഇവിടെ ഒരു അച്ഛൻ്റെ സേവനം ആവശ്യമുണ്ട്. അതനുസരിച്ച് അന്വേഷിച്ചപ്പോൾ അച്ഛനെ ഇങ്ങോട്ട് അസിസ്റ്റൻ്റ് വികാരിയായിട്ട് പിതാവ് നിയോഗിച്ചിരിക്കുകയാണ്. 2 ആഴ്ചയായുള്ളൂ അച്ഛൻ വന്ന് ചാർജ് എടുത്തിട്ട്. അച്ഛനിപ്പോൾ എത്രയായാലും ഇവിടെ വന്നിട്ട്? ഞാനിവിടെ വന്നിട്ട് ഇപ്പോൾ 3 വർഷം ആവുന്നു. ഈ ഓഗസ്റ്റ് 25-ാം തീയതി ആകുമ്പോൾ 3 വർഷം പൂർത്തിയാവും. ഞങ്ങൾ ഇടയ്ക്കൊരു മാറ്റം വന്നു. സാധാരണ മെയ് മാസത്തിലാണ് ട്രാൻസ്ഫർ നടക്കുക. ഞങ്ങളൊരു അച്ഛൻ ഇടയ്ക്ക് മരിച്ചായിരുന്നു. പാറോപ്പടിയിൽ മണിമലത്തറപ്പിലച്ഛൻ ഇടയ്ക്ക് പെട്ടെന്ന് അറ്റാക്ക് വന്ന് മരിച്ചു പോയിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഗ്യാപ്പ് വന്നപ്പോൾ അതിനിടയ്ക്കൊരു മാറ്റം വന്നിരുന്നു. ഓഗസ്റ്റ് 25-ാം തീയതി ആയിരുന്നു ആ മാറ്റം നടന്നത്. 2012 ഓഗസ്റ്റ് 25-ാം തീയതിയാണ് ഞാനിവിടെ ചാർജ് എടുക്കുന്നത്. ഇപ്പോൾ ഏകദേശം 3 വർഷമായി. ഈ ഇടവക ആരംഭിക്കുന്നത് 1993-ലാണ് ഔദ്യോഗികമായിട്ട് ഇടവക ആരംഭിച്ച ആദ്യത്തെ വികാരി അച്ഛൻ ജേക്കബ് പുത്തമ്പരച്ചനാണ്. അച്ഛൻ കൊളത്തുവയലിലെ വികാരിയായിരുന്നു. കൊളത്തുവയൽ വികാരിയായിരുന്നുകൊണ്ട് ഈ ഇടവക വിഭജിച്ച് ഇടവകയിലേക്ക് പ്രഥമ വികാരിയായിട്ട് അച്ഛൻ തന്നെ ചാർജ് എടുത്ത് ഇങ്ങോട്ട് വന്നു. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ചാർജ് എടുത്തതാണ് തകിടിയലച്ഛൻ, മാത്യു തകിടിയലച്ഛനാണ്. അച്ഛനാണ് ഈ പള്ളി പണിയിപ്പിച്ചിരിക്കുന്നത്. അപ്പം അച്ഛന് ഒരു 7 കൊല്ലത്തോളം ഈ ഇടവകയിൽ സേവനം ചെയ്തിട്ടാണ് ഇവിടെ നിന്ന് പോയത്. അതിനുശേഷം പിന്നെ ജെയിംസ് മുണ്ടക്കലച്ഛൻ ഒരു 9 മാസത്തോളം ഉണ്ടായിരുന്നു. അതിനുശേഷം ആശാരിപറമ്പിലച്ഛൻ വന്ന് ചാർജ് എടുത്തു. ആശാരിപറമ്പിലച്ഛന് ശേഷം പിന്നെ വന്നത് കഴുക്കച്ചാലി ജോർജ് കഴുക്കച്ചാലി അച്ഛനാണ്. ജോർജ് ആശാരിപറമ്പിലച്ഛന് ശേഷം ജോർജ് കഴുക്കച്ചാലി അച്ഛൻ അച്ഛൻ്റെ വികാരിയായിരുന്നു. അച്ഛനാണ് ഇവിടെ വന്നിട്ട് നമ്മുടെ സെമിത്തേരി ഇത്രയും മനോഹരമാക്കി എടുത്തത്. അച്ഛന് അതൊരു പ്രത്യേക കാര്യമാണ്. അപ്പം സെമിത്തേരി എടുത്തത്. അത് കഴിഞ്ഞിട്ടാണ് പൊരിയത്തച്ഛൻ, തോമസ് പൊരിയത്തച്ഛനാണ് ചാർജ് എടുത്തത്. അപ്പം അച്ഛനിവിടെ വികാരിയായിരുന്നപ്പോഴാണ് അപ്പം പാറോപ്പടിക്ക് അച്ഛൻ മാറിപ്പോയ ഒഴിവിലേക്കാണ് ഞാനിങ്ങോട്ട് വികാരിയായിട്ട് ചാർജ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരു സാധാരണ ഇടവകയായിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. വിശുദ്ധ അന്തോനീസിൻ്റെ നാമത്തിലുള്ള പള്ളിയാണിത്.
അപ്പോൾ ഇങ്ങനെ സാധാരണ അന്തോണീസിൻ്റെ നൊവേന എന്ന് പറയുന്നത് സാധാരണ വെള്ളിയാഴ്ച കുർബാനയ്ക്ക് ശേഷം, രാവിലെ കുർബാനയ്ക്ക് ശേഷം ഒരു നൊവേന. അങ്ങനെ ഒരു സാഹചര്യത്തിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഒരു പ്രത്യേകതയൊന്നും ഇല്ലായിരുന്നു അന്തോണീസ്. പക്ഷേ ഞാനിങ്ങനെ ഒരു വർഷത്തോളം നോട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ഒത്തിരിയേറെ കുർബാനകൾ ഇങ്ങനെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട്, കാര്യം സാധിച്ചു കിട്ടിയതിൻ്റെ നന്ദിയായിട്ട്, അന്തോണീസിൻ്റെ നാമത്തിൽ കാര്യം സാധിച്ചു കിട്ടിയതിൻ്റെ നന്ദിയായിട്ട് ഇങ്ങനെ ആൾക്കാർ കുർബാനയ്ക്ക് പൈസ കൊണ്ട് തരുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പം ഇങ്ങനെ ഒത്തിരി പ്രത്യേകിച്ച് കാണാതെ വസ്തുക്കൾ, സാധനം കാണാതെ കിട്ടി, അല്ലെങ്കിൽ ജോലി ശരിയായി കിട്ടി എന്നും പറഞ്ഞിട്ട് ആൾക്കാരിങ്ങനെ കുർബാനയ്ക്ക് പൈസ കൊണ്ട് തരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാനിങ്ങനെ നോക്കിയപ്പോൾ ആ വിശുദ്ധ അന്തോണീസിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമുക്കറിയാം, ചരിത്രം നോക്കുമ്പോൾ എല്ലായിടത്തും ഭയങ്കര അത്ഭുതങ്ങളും അച്ചട്ടായ കാര്യങ്ങളും നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ നൊവേന നമുക്കൊന്നുകൂടി ഒന്ന് പരിഷ്കരിച്ച് ഇച്ചിരി കൂടെ എല്ലാവർക്കും പങ്കെടുക്കാൻ പാകത്തിലൊരു സമയത്തിലേക്ക് മാറ്റാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ കമ്മിറ്റിയിൽ ആലോചിച്ചു, പൊതുയോഗത്തിലൊക്കെ ആലോചിച്ചിട്ട് 2013 ജനുവരി മുതൽ ഞാൻ നൊവേനയുടെ സമയമൊക്കെ ഒന്ന് മാറ്റി. രാവിലെ ഒരു 8 മണിക്ക് കുർബാന തുടർന്ന് നൊവേന, അത് കഴിഞ്ഞ് വൈകുന്നേരം 5 മണിക്ക് ഒരു കുർബാന നൊവേന. രാവിലെ 8 മണിക്ക് വെക്കാനൊരു കാരണമുണ്ട്. കാരണം നമ്മുടെ ഈ വഴിക്കൂടെ ഒരു 2-3 ബസ്സുകൾ ആ സമയത്ത് പാസ് ചെയ്തു. 7:15 8-ന് 2-3 അയൽവക്ക ഇടവകൾക്കൂടെ കടന്നു വരുന്ന ബസ്സാണ്. അപ്പോൾ ആൾക്കാർക്ക് മറ്റിടവകൾക്കുള്ളവർക്ക് വരാനായിട്ട് സമയം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു 8 മണി സമയവും വൈകുന്നേരം 5 മണി സമയമായിട്ട് ആയിട്ട് ക്രമീകരിച്ചു കഴിഞ്ഞ് 2012 ജനുവരി മുതൽ. അപ്പോൾ അതോടൊപ്പം തന്നെ ഞാനിങ്ങനെ പറഞ്ഞു, നമ്മുടെ അത് കഴിഞ്ഞ് നൊവേനയിൽ ഇടവക്കാർ ആദ്യം വന്ന് പങ്കെടുത്ത് തുടങ്ങി. അത് കഴിഞ്ഞ് പെരുന്നാളോടനുബന്ധിച്ച് അതിനെക്കുറിച്ച് ആൾക്കാരോട് പറഞ്ഞു. അതിനുശേഷം അന്തോണീസിൻ്റെ തിരുശേഷിപ്പ് ഇവിടെ ഉണ്ട്, ഒറിജിനൽ തിരുശേഷിപ്പാണുള്ളത്. వస్త్రమెడలించెను యేసునాథుర
విలాపములకు చెవినిచ్చెను, శ్రమ కలాపములకు సెలవిచ్చెను. విలాపములకు చెవినిచ్చెను, శ్రమ కలాపములకు సెలవిచ్చెను. శిలానగముపైకి లాగినను సుఖ కళావళుల్ మనసులోన నిలిపెను. యెహోవ నా పురలాలించెను, తన మహాదయను నన్ను గణించెను. అగణ్య పాపియని త్రోయకా నన్ను గూర్చి తన సుతుని దాచగా, తెగించి మృతి కోప్పగించి పాపపు దిగుల్ దిగుల్ సొగసుగా నడంచెను. యెహోవ నా పురలాలించెను, తన మహాదయను నన్ను గణించెను. యెహోవ నా పురలాలించెను, తన మహాదయను నన్ను గణించెను. ఆఖరి సెలవిన పరిగ్రహించినని యెహోవ నా పురలాలించెను, తన మహాదయను నన్ను గణించెను. ചെകട്ടാപ്പാറ ഇടവകയിലെ കരിസ്മാറ്റിക് പ്രാർത്ഥനാ ഗ്രൂപ്പിന് ഈ ഇടവകയോളം തന്നെ പ്രായമുണ്ട്. കഴിഞ്ഞ 22 വർഷക്കാലമായിട്ട് വളരെ നല്ല നിലയിൽ ഇവിടുത്തെ പ്രാർത്ഥനാ കൂട്ടായ്മ മുന്നോട്ട് പോവുകയാണ്. ഈ പ്രാർത്ഥനാ കൂട്ടായ്മയുടെ ലക്ഷ്യം എന്ന് പറയുമ്പോൾ ഇടവകയുടെ നവീകരണവും അതുപോലെ പ്രേക്ഷിത പ്രവർത്തനവുമൊക്കെയാണ് ഇടവകയുടെ ലക്ഷ്യമായിട്ട് ഞങ്ങൾ കാണുന്നത്. ഇന്ന് അനേകം യുവജനങ്ങൾ NRC ധ്യാന മന്ദിരത്തിലും ശാലോമിലൊക്കെ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. ഇവിടെ എല്ലാ തിങ്കളാഴ്ചയും വൈകുന്നേരം 6 മണി മുതൽ 7:30 വരെയുള്ള സമയങ്ങളിൽ സഹോദരങ്ങൾ ഒരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും ദാനങ്ങളും കൃപകളും നിറഞ്ഞുകൊണ്ട് നല്ല രീതിയിൽ ഇവിടെ ശുശ്രൂഷയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വ്യാഴാഴ്ച ദിവസങ്ങളിൽ 6 മണിക്ക് മധ്യസ്ഥ പ്രാർത്ഥനയും അതുപോലെ തിങ്കളാഴ്ച ദിവസങ്ങൾ 3 മണി മുതൽ ലേഡീസിൻ്റെ കൂട്ടായ്മയൊക്കെ നല്ല നിലയിൽ ഇവിടെ നടക്കുന്നുണ്ട്. ഇന്ന് ഒത്തിരിയേറെ പേര് NRC ധ്യാന മന്ദിരത്തിൽ കൗൺസിലിംഗ് ശുശ്രൂഷയിലും അതുപോലെ വചന പ്രഘോഷണത്തിലും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്റെ ദൈവം എനിക്കു തന്ന സ്നേഹ
സ്നേഹസമ്മാനം ഈ ജീവിതം സ്വന്തരൂപവും ഭാവവും മെനഞ്ഞെടുത്തെന്നെ തന്റെ കൈകളാൽ സെൻറ് ആൻ്റണീസ് ചർച്ച് ചെക്കിട്ടപ്പാറയുടെ KCM ഭാരവാഹികളാണ് ഞങ്ങൾ. KCMൽ 65ഓളം വരുന്ന വിദ്യാർത്ഥികൾ യുവജനങ്ങൾ തുടങ്ങിയ കൂട്ടായ്മയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ രോഗീ സന്ദർശനം, പിന്നെ എല്ലാ മാസങ്ങളിലും ഒരു ഞായറാഴ്ച മീറ്റിംഗ്, സാമൂഹികപരമായ എന്നീ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുക, മതപരമായ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുക എന്നാണ് മീറ്റിങ്ങുകൾ പ്രധാനമായും ചർച്ച ചെയ്യാറുള്ളത്. പിന്നെ എല്ലാ വർഷവും ക്രിസ്മസ് പുൽക്കൂടുണ്ടാക്കലും കരോൾ ഗാനങ്ങൾ അങ്ങനെ തുടങ്ങിയ പരിപാടികളിൽ ഞങ്ങൾ പങ്കെടുക്കാറുണ്ട്. ഏകദേശം 65ഓളം വരുന്ന വിദ്യാർത്ഥികളും യുവജന സമൂഹങ്ങളും ഇതിൽ പങ്കാളികളാണ്. കാനായിൽ കല്യാണം, കരയാകെ കരഘോഷം. കാനായിൽ കല്യാണം, കരയാകെ കരഘോഷം. അപ്പെട് തകിലെട് താളമിട്, കൊമ്പെട് കുഴലെട് കുരവയിട്. മണവാളൻ വരവായി പരിവാരങ്ങളുമായി, പനിനീരിൻ മഴയായി മണവാളൻ വരവായി. കാനായിൽ കല്യാണം, കരയാകെ കരഘോഷം. മണവാളൻ വരവായി പരിവാരങ്ങളുമായി, പനിനീരിൻ മഴയായി മണവാളൻ വരവായി. തോഴിമാരുമായി മണവാട്ടിയിറങ്ങുന്നേ, പട്ടുചേലയാൽ പവിഴമുത്തിനാൽ മണവാട്ടി തിളങ്ങുന്നേ. ആശയോടിതാ കാത്ത നേരമായി കരളാകെ കുളിരുന്നേ, കമലമിഴികളിൽ പ്രണയരാഗമായി പ്രിയനോടവൾ ചേരുന്നേ. ഇനിമേലൊരു മെയ്യാണേ, ഇനിമേലൊരു മനമാണേ, ഇനിമേലൊരു മെയ്യാണേ, ഇനിമേലൊരു മനമാണേ. അപ്പെട് തകിലെട് താളമിട്, കൊമ്പെട് കുഴലെട് കുരവയിട്. കല്യാണ വിരുന്നിനു മേലായേ, കെങ്കേമൻ കല്യാണ വിരുന്നിനു സമയായേ. പല പന്തികളായി പന്തലിലെല്ലാരും ആഘോഷം ആവോളം മുറുകി, ജനനിരലഹരിയിലായി പിഞ്ഞും ഒഴുകി. ഈശോയും വന്നു കല്യാണം വാഴ്ത്താൻ മാതാവാം മറിയത്തെ കണ്ടു. മിഴികളിൽ ഇരുനിരജലമായി സ്നേഹം നിറഞ്ഞു. ആ നേരം അതിഥികൾ എന്തോ പിണഞ്ഞ പോലങ്ങിങ്ങ് നോക്കിടുന്നു. വിളമ്പുകാരോടുന്നു, വീട്ടുകാർ വിളറുന്നു, കലവറയിൽ കലപിലകളായി. ചങ്കുത
കരയുന്നു ഗൃഹനാഥൻ, ഒരു തുള്ളി വീഞ്ഞില്ല ഇനി വിളമ്പാൻ. വിതുമ്പും പിതാവിൻ കണ്ണീരു കണ്ട് മാതാവിൻ ഉള്ളം പിടഞ്ഞു. തൻ സൂനുവോടവൾ യാചിച്ചു, യേശുവേ വീഞ്ഞില്ല ഇനി വിളമ്പാൻ. സമയമായില്ലെന്ന് ഉടനരുൾ ചെയ്തിട്ടും അമ്മ തന്നിഷ്ടം നിറവേറ്റുവാൻ കൽപ്പിച്ചു കർത്താവ്, വേഗം നിറയ്ക്കുവിൻ വെള്ളമീ ഭരണികൾ കവിയും വരെ. സ്വർഗത്തിലേക്കവൻ മിഴി ഉയർത്തി വാഴ്ത്തി, പകർന്നു വിളമ്പൂ വീഞ്ഞിനി വേണ്ടുവോളം. നുരനുരയായി പതയുന്നേ, വെള്ളം വീഞ്ഞാകുന്നേ, കണ്ണീരെല്ലാം മായുന്നേ, കാണികൾ അതിശയമേറുന്നേ. കാനായിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞായി, കാനായിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞായി. കാനായിൽ കല്യാണം, കരയാകെ കരഘോഷം, തപ്പെടുതകിലെടു താളമിട്, കൊമ്പെടു കുഴലെടു കുരവയില്. കാനായിൽ കല്യാണത്തിന്